നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവിനെ സാക്ഷ്യവുമായിട്ട് അല്പസമയമായിരിക്കുവാൻ ദൈവം കൃപ തന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്തോത്രങ്ങൾ കയറ്റിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. മാറ്റമില്ലാത്ത വചനങ്ങളുടെ മാറ്റമില്ലാത്ത നന്മകൾ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് നാം ഇവിടെയൊക്കെയും ആയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും വളരെ പ്രാർത്ഥനയോടുകൂടി നാം ആയിരിക്കണമേ എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ ആഗ്രഹിച്ചുകൊള്ളട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന രാത്രിയാമത്തിൽ പ്രത്യേകം ഈ സഭയിൽ ആയിരിക്കുന്ന എല്ലാ ദൈവവിശ്വാസികൾക്കും എല്ലാ സ്നേഹവന്ദനങ്ങളും ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. 94ാമത് സഭാ വാർഷിക ആരാധനയും 13ാമത് ആലയ സമർപ്പണ ആരാധനയുമായിട്ടാണ് ഇന്നേ ദിവസം ഈ കൺവെൻഷൻ യോഗം നടത്തുന്നത്. പ്രത്യേകം ഈ നോട്ടീസ് പ്രകാരം വളരെ ഒരുക്കത്തോടുകൂടിയുള്ള നല്ല പ്രോഗ്രാംസുകൾ മറ്റ് കൺവെൻഷൻ പ്രോഗ്രാംസുകളൊക്കെയും ചെയ്യുന്നുണ്ട്. പ്രത്യേകമായുള്ള നന്ദികൾ ഈ ആലയത്തിലേക്ക് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. മാറ്റമില്ലാത്ത നന്മകൾ അല്പസമയം വീഴ്ചതയുമാണ്. എല്ലാവരും കാതോർത്ത് ആയിരിക്കുക. എനിക്ക് ഒരു പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട്. ഉറങ്ങുന്നവരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹല്ലേലൂയ പറയിപ്പിക്കും. ചിരിക്കാതെ ഇരുന്നു കഴിഞ്ഞാലും അവരെ കൊണ്ട് ഞാൻ ചിരിപ്പിക്കും. സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് വാക്യം പറയിപ്പിക്കും. എൻ്റെ സഭയിലുള്ള കുറച്ച് പേരുടെയുണ്ട്. അതുകൊണ്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ആരും സംസാരിക്കാതെ അല്പസമയമുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നിങ്ങളായിരിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടുകൂടി അറിയിച്ചു കൊള്ളട്ടെ. ചിരിക്ക് ഒരു ഉപയോഗമുണ്ട്. എന്താണ്? ഒന്ന് സൗന്ദര്യം കൂടും, ഒന്ന് ആയുസ് കൂടും. എല്ലാവരും ചിരിച്ച് ആയുസ് കൂടണ്ടേ? ഒന്ന് എന്താണ്? ഒന്ന് സൗന്ദര്യം കൂടും, ഒന്ന് ആയുസ് കൂടും. അതുകൊണ്ട് എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടുകൂടി സന്തോഷിക്കുന്ന ഹൃദയത്തോടുകൂടി അല്പസമയം ആയിരിക്കണമേ എന്ന് വളരെ വിനയത്തോടുകൂടി ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. ബഹുമാനമുള്ള അച്ഛൻ, എന്നെ ക്ഷണിച്ച പ്രിയ കമ്മിറ്റി അംഗങ്ങൾ, മറ്റേ സംഘടനാ പ്രവർത്തകർ, മറ്റേ ഇവിടെ ആയിരിക്കുന്ന ബന്ധുമിത്രാദികളെ എല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാളെ വിചാരിച്ചാൽ, അതായത് നാളെ ചൊല്ലി ജീവിതത്തിൽ ഇങ്ങനെ ഓടി നടക്കുവാണല്ലേ. ജീവിതം എന്ന് പറയുന്നത് അതായത് ഏത് വഴിയെ ഇങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള ധൃതിയിലാണ് മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത്. അതായത് ഈ വചനത്തിൽ കൂടെ നാം അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഒരുക്കത്തോടെ ആയിരിക്കുവാണ്. ഇന്ന് വായിച്ചു കേട്ട ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുവാനായിട്ട് പോകുന്നത്. അതായത് നാളെ വിചാരിച്ചാൽ പോകുവാൻ ഒരുക്കമുള്ളവർ, അതായത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് ഈ ദിവസം കർത്താവ് നമ്മെ വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ താല്പര്യങ്ങൾ എത്ര വരും? എന്ന് കൈയെഴുതുകയും ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ പോകാൻ ഒരുക്കത്തോടെ നാം ആയിരിക്കുക. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാളെ വിളിച്ചു കഴിഞ്ഞാൽ നാം പോകുവാൻ ഒരുക്കത്തോടെ നാം ആയിരിക്കുക. അതായത് ഈ ദിവസമായിരുന്നാലും അടുത്ത നിമിഷമായിരുന്നാലും നമുക്കുള്ളതാണോ? ഇല്ല, എല്ലാം കർത്താവിന് ഉള്ളതാണ്. അതുകൊണ്ട് നാളെ വിളിച്ച്, അതായത് ഈ സമയം വിളിച്ചു കഴിഞ്ഞാലും അടുത്ത നിമിഷങ്ങൾ വിളിച്ചു കഴിഞ്ഞാലും നാം പോകുവാൻ ഒരുക്കത്തോടെ നാം ആയിരിക്കുക. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചു കൊള്ളട്ടെ. നാം എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പറയാൻ സാധിക്കും, ക്രിസ്തുവിനെ ഞാൻ മുഖാമുഖമായി കണ്ടു എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് കയ്യെഴുതിക്ക്. കർത്താവിനെ മുഖാമുഖമായി കണ്ടിട്ടുള്ളവര് ആരും കണ്ടിട്ടില്ല. കർത്താവിനോട് അതായത് ഒരുപാട് ആവശ്യങ്ങൾ നാം പറയാറുണ്ട്. പക്ഷേ ആ കർത്താവിന്റെ
ദൈവത്തിന്റെ വിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഞാൻ അതായത് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുവാണ്. അതായത് കർത്താവിനെ രുചിച്ചറിയുവാൻ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നാം ഒരുപാട് കാര്യങ്ങൾ നാം പറയാറുണ്ട്. പക്ഷേ കർത്താവിനെ നേരിൽ കാണുവാൻ, ആ കർത്താവിനെ അല്പസമയം നമുക്കൊന്ന് കൊമ്പിടുവാൻ ആർക്കും സമയമില്ലാതെ ഇങ്ങനെ ഓടുവാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാൻ, ദൈവത്തോട് യാചിക്കുവാൻ ആർക്കും സമയമില്ല. സഭയിലിരിക്കുവാനോ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനോ ആർക്കും സമയമില്ല. ഇപ്പോൾ ഭവനത്തിലുള്ള പ്രാർത്ഥന എല്ലാം ഇപ്പോൾ കുറഞ്ഞിരിക്കുവാണ്. എത്ര മണിക്കാ അമ്മമാരെ സീരിയൽ തുടങ്ങുന്നത്? എത്ര മണിക്കാണ്? ആർക്കും അറിയാത്തവരെ എത്ര മണിക്കാ സഹോദരി? അറിയത്തില്ല. അറിഞ്ഞൂടോ? ഇപ്പൊ അറിഞ്ഞൂടെന്ന് പറയും. വീട്ടിൽ ചെന്ന് നോക്കണം. ആരും കാണാതെ വീട്ടിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ ആ സീരിയൽ എല്ലാം കണ്ടിങ്ങനെ ലയിച്ചിരിക്കും. ഇപ്പൊ പ്രാർത്ഥിക്കുവാനായിട്ട് ആർക്കും സമയമില്ലാന്നേ. അതായത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രങ്ങൾ കരയറ്റുവാൻ, ദൈവസന്നിധിയിലേക്ക് മുട്ടുകുത്തി ദൈവത്തോട് യാചിക്കുവാൻ ആർക്കും സമയമില്ലാതെ ആയിക്കൊണ്ടേയിരിക്കുവാണ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ദൈവജനങ്ങൾ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വരുവാൻ ഇങ്ങനെ മടിച്ചു നടക്കുവാണ്. എന്നെ കേൾക്കുന്ന ഓരോ സഭാവിശ്വാസികളെ, കർത്താവിന്റെ അതായത് വരവ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. എന്ത് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഇല്ല എന്നുള്ളത് തന്നെ. എന്റെ ബന്ധുക്കളാണ് ഇവിടെ ഏകദേശം 90% കൂടുതലാക്കുക. പലവേരും എന്റെ ബന്ധുക്കളാണ്. ആ ബന്ധുക്കൾക്ക് എന്റെ അപ്പച്ചനെ അറിയാം, എന്റെ അമ്മയുടെ പപ്പയെ. ഈ അമ്മയുടെ പപ്പയുടെ ഭവനത്തിന്റെ ചുറ്റുപാടിൽ ഞാൻ റബ്ബർ വെട്ടാനായിട്ട് പോകുവായിരുന്നു. പട്ടിണിക്ക് റബ്ബറൊക്കെയും വെട്ടുവാനായിട്ട് അറിയാം. ഈ സമയവും അറിയാം. അതായത് കുഞ്ഞുനാളിൽ പോകുന്ന സമയത്ത് എന്റെ അപ്പച്ചൻ രാവിലെ എഴുന്നേറ്റ് ഒരു പാട്ട് പാടും. ഈ പാട്ട് പാടുന്ന സമയത്താണ് എനിക്കൊരു ധൈര്യം കിട്ടുന്നത്. കാരണം അതായത് വെളിച്ചം കണ്ടിട്ടല്ല പോകുന്നത്. 3 മണിക്ക് ആരുമില്ലാത്ത ഇടത്തേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഈ അപ്പച്ചൻ ഉറക്കെ ഒരു പാട്ട് പാട്. ഏതാണ്? യേശുവേ നിന്റെ പാദത്തിൽ ഞാൻ വന്നെത്തുമ്പോൾ എന്നെ നീ ചേർത്തു രക്ഷിച്ചിടുക. എന്റെ നാഥനേ ഈശോനേ, എന്നെ നീ ചേർത്തു രക്ഷിച്ചിടുക. എന്റെ നാഥനേ ഈശോനേ. ഇതർത്ഥമായിട്ട് പാടി നോക്കി. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആർക്കും സമയമില്ല. എന്ന് കേൾക്കുന്ന ഈ സഭയിലുള്ള ദൈവവിശ്വാസികളെ, നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വാസികൾ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റോമർ 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുവാണ്, രാത്രി കഴിവാനായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മുട്ടുകൾ മടക്കി ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുവാണ്. എന്നെ കേൾക്കുന്ന സഭാവ്യക്തി ജീവിതങ്ങളെ, നാം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവത്തോട് യാചിക്കുവാനായിട്ട് നാം ഒരുങ്ങുക. 2025 നമ്മൾ നിന്ന് കഴിഞ്ഞു പോയി. പലപ്പോഴും നാം പറയാറുണ്ട്, ഒരു ദിവസം കഴിഞ്ഞതുപോലെയാ നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയത്. ഇത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് പലവേരും ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുവാനായിട്ട്, അവന്റെ സന്നിധിയിലേക്ക് ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട് എന്ന് നാം സ്വയമായിട്ട് നാം ചിന്തിക്കുക. അതായത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം യാചിച്ചു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ട് മറുപടി തരും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എന്ത് ചെയ്താൽ യാചിച്ചു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ട് മറുപടി നമ്മുടെ ജീവിതത്തിലേക്ക് തരും.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇരുട്ടിന്റെ അവസ്ഥകളെല്ലാം കളഞ്ഞ് വെളിച്ചത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം കാതോർത്ത് ആയിരിക്കുക. ഒരു ദിവസം അതായത് ഒരിടത്ത് ഒരു അപ്പച്ചനും അമ്മാമയും ഉണ്ടായിരുന്നു. ഈ അപ്പച്ചനും അമ്മാമയും വളരെ സ്നേഹത്തിലാണ്. അതായത് പല കുടുംബങ്ങളിൽ കാണുന്നത് പ്രായം കൂടുന്തോറും അവിടെ ബഹളങ്ങൾ കൂടും, പ്രശ്നങ്ങൾ തുടങ്ങും. അതായത് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കും. പക്ഷേ ഈ അപ്പച്ചൻ അമ്മാമയും ഭയങ്കര സ്നേഹമാണ്. ഈ അപ്പച്ചൻ അതായത് അമ്മാമയ്ക്ക് ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഒരു പരിപ്പോട് വാങ്ങിച്ചുകൊണ്ട് വരും. എന്ത് വാങ്ങിച്ചുകൊണ്ട് വരും? പരിപ്പോട് വാങ്ങിച്ചുകൊണ്ട് വരും. ഈ അമ്മച്ചി ഇങ്ങനെ കാതോർത്തിരിക്കും. അതായത് കാത്തിരിക്കും അപ്പച്ചൻ വരുന്നുണ്ടോ എന്ന് വാങ്ങിച്ചുകൊണ്ട് വരാന്ന്, പരിപ്പോട് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടോ എന്ന്. ഈ അപ്പച്ചൻ വരുന്നത് കണ്ട് നോക്കിക്കൊണ്ടിരുന്ന ഈ അമ്മാമ പരിപ്പോട് എല്ലാ ദിവസവും വാങ്ങിച്ചു കഴിക്കും. ഒരു ദിവസം ആലയത്തിലിരുന്ന സമയത്ത് അതായത് ഈ അവിടെയായിരുന്ന പുരോഹിതൻ ഈ പരിപ്പോടെ അതായത് കഥ പറഞ്ഞു. വളരെ മനോഹരമായിരിക്കുന്ന കഥ. ഈ അമ്മച്ചി ഈ പരിപ്പോടെ കഥ പറഞ്ഞ് കേട്ട് ഈ അമ്മച്ചി ഉറങ്ങിപ്പോയി. ഉറങ്ങിയിരുന്ന സമയത്ത് ഈ അപ്പച്ചന് ചെറുതായിട്ട് ഓർമ്മിച്ചു. അപ്പച്ചൻ അതാ നടന്ന് വരുന്നുണ്ട്. അമ്മച്ചി എന്ത് ചെയ്യുന്നു? ഉറങ്ങുവാണ്. അമ്മച്ചി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. പള്ളിക്കകത്താണ്, ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഈ അമ്മാമ ഈ അപ്പച്ചൻ പരിപ്പോടെ കൊണ്ടുവരുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണ്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഇങ്ങനെ ഉറങ്ങി അടുത്ത് എത്തിച്ചേരുന്ന സമയത്ത് അതാ അപ്പച്ചൻ പരിപ്പോടെ കൊണ്ടുവരുന്നു. കടി കൊടുത്തത് അടുത്തുള്ള ചെവി. അതുകൊണ്ട് ആരും ഉറങ്ങാതെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികളെ, ഉറക്കം വരുന്നവര് ദൈവസന്നിധിയിലേക്ക് സ്തോത്രങ്ങൾ കരയിച്ചുകൊണ്ടേ ആയിരിക്കുക. ഇന്ന് വായിച്ചു കേട്ട വചനത്തിൽ നാം വായിച്ചതുപോലെ അപ്പന്റെ സന്നിധിയിലേക്ക് മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാണ്. അപ്പാ, എന്റെ മകനെ യാഗം കഴിക്കുവാനായിട്ട് ഞാൻ കൊടുക്കണോ? ഞാൻ യാഗം കഴിക്കുവാനായിട്ട് കൊടുക്കണോ? കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, മകനെ നീ വിഷമിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ട് നീ മുന്നിലോട്ട് പോ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, എഫേസ്യർ 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. എഫേസ്യർ 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുവാണ്. അതായത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വഴിയിലേക്ക് നാം ഇങ്ങനെ ഓടിപ്പോകും. ഞാൻ അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതം പ്രാർത്ഥന എന്നുള്ള ചിന്തയെ കൂടി നാം മുന്നേറുക. എത്ര ഭവനത്തിൽ, ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കൊള്ളട്ടെ, എത്ര ഭവനത്തിൽ രാവിലെ വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്? അത് ആത്മാർത്ഥയോട് കൈയെഴുത്തണം. കള്ളം പറഞ്ഞ ആലയത്തിൽ കണ്ടോ, അപൂർവ ചില ഭവനത്തിലേ ഉള്ളൂ. ഇതൊന്നും പോരാ. നമുക്ക് ദൈവചിന്തയോടുകൂടി മുന്നേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൂടിയേ മതിയാവൂ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കൂടിയേ മതിയാവും. അതുകൊണ്ടാണ് എഫേസ്യർ 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണർന്ന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം എന്ന വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ ഒന്നാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുന്നുള്ള ഒന്നാമത്തെ ചിന്ത. റോമർ 13-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഇരുൾ വീഴ്ചയിൽ നടത്തുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, അതായത് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് കർത്താവ് ഓരോ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു?
കൊല്ലുവാനായിട്ട് ഒരുപാട് ദൈവജനങ്ങൾ അവിടെ വരുന്നുണ്ട്, ഒരുപാട് ശത്രുക്കൾ വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ എന്താ ചെയ്തത്? കൂർക്ക വലിച്ച് ഇങ്ങനെ ഉറങ്ങുവാണ്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, അതുകൊണ്ട് എന്താ ചെയ്തത്? തന്റെ അപ്പനെ, തന്റെ പിതാവിനെ, തന്റെ അതായത് കർത്താവിനെ അവിടെ അതായത് ശത്രുക്കളുടെ പോരാട്ടത്തിലേക്ക് അവിടെ അഴിച്ചു വിടുവാണ്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നമ്മുടെ ജീവിതം ഉറങ്ങേണ്ടതല്ല, ഉണർന്ന് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനം അതിനെ 105 വാക്യത്തിൽ പറയുന്നത് പോലെ, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതിക്ക് പ്രകാശവുമാകുന്നു. അതായത് ഉറങ്ങുന്ന ഓരോ ദൈവജനങ്ങളോടും എനിക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം കണ്ണടച്ചിങ്ങനെ തൂക്കി ഉറങ്ങുന്നതായിട്ടാണ് പറയുന്നത്. നമ്മുടെ ജീവിതം ഇരുട്ടിന്റെ അവസ്ഥയായിട്ടല്ല, വെളിച്ചത്തിന്റെ അനുഗ്രഹമായിട്ട് നാം മുന്നേറേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, സങ്കീർത്തനം 91 അതിന്റെ 4 വാക്യത്തിൽ വായിക്കുന്നത് പോലെ, അതായത് നമ്മുടെ ജീവിതങ്ങൾ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിയില്ല എങ്കിൽ, അതായത് അവന്റെ ചിറകിന്റെ മറവിലേക്ക് നമ്മെ അവൻ മറയ്ക്കുന്നില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുവാണ്. അതായത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ചേർന്ന് കഴിഞ്ഞാൽ അവന്റെ ചിറകിന്റെ മറവിലേക്ക് നമ്മെ മറയ്ക്കും. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികളെ, നമ്മുടെ യുവാക്കളൊക്കെയും പലരും ഇപ്പൊ ദൈവചിന്തയിൽ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. ഇവിടെ യുവാക്കൾ വളരെ കുറവാണ്. എന്റെ ആലയത്തിലും യുവാക്കളെല്ലാം വളരെ കുറവാണ്. ആർക്കും അതായത് ഇപ്പോൾ സമയമില്ല എന്നുള്ളതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ ആർക്കും സമയമില്ല. അല്പസമയം കിട്ടുമെങ്കിൽ ഇതിനൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ടോ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആയിരുന്നു കൊണ്ട് തന്റെ ജീവിതത്തിലുള്ള ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് വെളിച്ചത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാനോ ആർക്കും സമയമില്ലാതെ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അവന്റെ ചിറകിന്റെ മറവിലേക്ക് നിന്നെ മറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? അവന്റെ സന്നിധിയിലേക്ക് നാം പ്രാർത്ഥനയോടുകൂടി നാം ആയിരിക്കുക. എല്ലാ ദൈവജനങ്ങളോടും വളരെ വിനയമായിട്ട് ഈ 94 അതായത് സഭാവാർഷികത്തിൽ വളരെ വിനയമായിട്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നമ്മുടെ ജീവിതങ്ങൾ പ്രാർത്ഥനയിൽ കൂടി വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. പലയിടത്തേക്കും ഇപ്പോൾ ക്രിസ്തീയ ജീവിതങ്ങൾ ഇങ്ങനെ അതായത് ഒരുപാട് പരീക്ഷണങ്ങൾ കൂടി ഇങ്ങനെ പോകുവാണ്, ഒരുപാട് പരീക്ഷണങ്ങൾ കൂടെ പോകുവാണ്. എവിടേക്കാണ് ഈ ഓട്ടമെന്ന് ആർക്കും പറയുവാൻ സാധിക്കത്തില്ല. എവിടേക്കാണ് ഈ അതായത് യാത്രയെന്ന് ആർക്കും പറയുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, 1 കൊരിന്ത്യർ 1 അതിന്റെ 18 വാക്യം നമുക്കൊരാൾക്ക് വായിക്കാമോ? 1 കൊരിന്ത്യർ 1 അതിന്റെ 18 വാക്യം. മതി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ സ്നേഹിതരെ, വളരെ വിനയമായി വളരെ പ്രാർത്ഥനയോട് പറഞ്ഞുകൊള്ളട്ടെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലുക. ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ ഒരിക്കലും ആ പ്രകാശം മങ്ങിപ്പോയില്ല. എപ്പോഴും പ്രകാശിതമായിട്ട് മുന്നേറുന്ന ജീവിതമായിട്ട് മുന്നേറുവാൻ കർത്താവ് ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന എല്ലാ ദൈവജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രാർത്ഥനയുടെ ശക്തി നാം കൂട്ടുക. ഫിലിപ്പിയർ 2 അതിന്റെ 5 വാക്യത്തിൽ വായിക്കുന്ന പോലെ, ക്രിസ്തുവിലുള്ള ഭാവം നീ തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുവാണ്. അതുകൊണ്ട് അതായത് ദൈവത്തിനായിട്ട് സമർപ്പിച്ച് നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തന്നെ നാം മുന്നേറുക. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ഓരോ വചനങ്ങൾ, അതായത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ എന്നുള്ള ഒരുപാട് വചനങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുവല്ലോ. ഈ ഓരോ വെളിച്ചങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കണം. സങ്കീർത്തനം 91 പറയുന്നത് പോലെ അവന്റെ ചിറകിന്റെ മറവിൽ നിന്നെ മറച്ചു പിടിക്കും. ഈ രാത്രിയാമത്തിൽ വളരെ വിനയമായിട്ട് ഞാൻ യാചിക്കുന്നത്,
നിങ്ങളെല്ലാവരും പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തണം. പലവേരും പ്രാർത്ഥന എന്നുള്ള ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ഓടുവാണ്. പ്രാർത്ഥിക്കുവാൻ ആർക്ക് മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുവാൻ ഇപ്പൊ എല്ലാവർക്കും മടിയാണ്. ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എത്തിച്ചേരുവാൻ എല്ലാവർക്കും മടിയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് യാചിക്കുവാൻ നാം തയ്യാറെടുത്ത് നാം മുന്നേറുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതായത് യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികേക്ക് എന്നെ നടത്തുന്നു. ഈ നടത്തണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥനയോടുകൂടി മുന്നേറിയേ മതിയാവൂ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഞാൻ പ്രസംഗം അതായത് അധിക സമയം നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങോട്ട് ഞാൻ ആദ്യമേ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, അതായത് നിങ്ങൾക്ക് എത്ര മണിക്ക് വീട്ടിൽ പോകണം? എത്ര മണിക്ക് വീട്ടിൽ പോകണം? വേറെ ആ സമയം നിർത്താൻ വേണ്ടിയാണ്. എത്ര മണിക്ക് പോകണം? 10 മണിയായാലോ? കുഴപ്പമില്ല. ഞാൻ കൃത്യം 9 മണിക്ക് ഞാൻ നിർത്തും. അതായത് ഈ പ്രസംഗവും മധ്യസ്ഥ പ്രാർത്ഥനയും ആർക്കും ഇഷ്ടമില്ലാത്തതല്ലേ? പ്രസംഗവും മധ്യസ്ഥ പ്രാർത്ഥനയും. പലപ്പോഴും ഈ പ്രസംഗ സമയത്താണ് പലവരും നോട്ടുകൾ എഴുതുന്നത്, അല്ലേ? പലവരും നോട്ടുകൾ എഴുതുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയാണ് എന്റെ മാതൃശാസ്ത്രമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകർ നോട്ട് നോക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും അതായത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളോടുകൂടി ഞാൻ നിങ്ങൾക്ക് ചിന്തകൾ പങ്കുവയ്ക്കുവാണ്. ഞാൻ രണ്ടാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നാം ധരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ നാം ധരിക്കുക. കർത്താവിനെ സ്വീകരിക്കുവാൻ നാം ഒരുക്കത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ നാം ധരിക്കുവാനും ഒരുക്കത്തോടെ ആയിരിക്കണം. അവൻ നമുക്ക് വേണ്ടി എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിലേക്ക് കയറുന്നതിനുമായി എത്രയോ ജനങ്ങൾ ഒരുപാട് അടികൾ കൊടുത്ത ചാട്ടവാറുകൾ അടിക്കുന്ന സമയത്ത് എന്നിൽ വച്ചിരിക്കുന്ന ആ ഒരു അതായത് ആണി പോലുള്ള ആ ഒരു സാധനം കൊണ്ട് ശരീരത്തിൽ കുത്തിയെടുക്കുമ്പോൾ മാംസകഷ്ണങ്ങളായി തെറിച്ചു വീണത്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ആ തെറിച്ചു വീഴുന്ന സമയത്ത് ചോരകൾ ഇങ്ങനെ തറയിലേക്ക് ഒഴുകുക. ഈ ഒഴുകുന്ന സമയത്ത് കർത്താവ് പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളുടെ മക്കളെ ചൊല്ലി നിങ്ങൾ കരയുവിൻ. അതുകൊണ്ട് ഈ രാത്രിയാമത്തിൽ ഈ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞ ഓരോ ചിന്തകളായത് ക്രിസ്തുവിനെ നാം ധരിച്ചുകൊണ്ട് നാം മുന്നേറുക. ക്രിസ്തുവിനെ നാം ധരിച്ച് നാം മുന്നേറുക. അതായത് യേശുവിനെ നാം ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഒക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പണത്തോടുകൂടി നാം മുന്നേറി കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, അതായത് പാട്ടുകാരൻ പറയുന്നത് പോലെ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ
17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു എന്നാണ്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ക്രിസ്തുവിന്റെ മക്കളായിട്ട് നമുക്കൊന്ന് എത്തിച്ചേരാമോ? ക്രിസ്തുവിന്റെ മക്കളായിട്ട് നമുക്കൊന്ന് എത്തിച്ചേരാമോ? ഈ രാത്രിയാമത്തിൽ 94ാമത് സഭാദിന വാർഷികത്തിൽ ഞാൻ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചുകൊള്ളട്ടെ. ഈ 94 വർഷം ഈ സഭയിൽ എത്ര പേർ ആദ്യം മുതൽ ഇതുവരെ ഉണ്ടായിരുന്നു? പലവേരും ഈ ലോകം വിട്ട് കർത്താവിന്റെ സഭയിലേക്ക് എടുത്തിട്ടുണ്ടാകും. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഏറെയായ 80 അതിൽ കൂടുതലായിട്ട് ഈ വർഷം നിലനിൽക്കുവാൻ, ഈ സഭ നിലനിൽക്കുവാണ്. എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികളെ, ഈ സഭയിലേക്ക് എത്തിച്ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് യാചിച്ചുകൊണ്ട് എത്ര അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ടാകും. എത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ദൈവത്തെ അതായത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ 94ാമത് സഭാദിനം നാം സന്തോഷത്തോടുകൂടി നാം ആരാധിക്കുക, സന്തോഷത്തോടുകൂടി നാം സ്വീകരിക്കുക. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, മത്തായി സുവിശേഷം 13-ാം അധ്യായം 11 മുതൽ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പല ഉപമകൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുവാണ്. ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നത്, ഈ ആയിരിക്കുന്ന ദൈവജനങ്ങൾ പലപ്പോഴും വഴിയരികിലേക്ക് വീണ്ടു പോകും. രണ്ടാമതായിട്ട് പറയുന്നത് താരസ്ഥലത്തേക്ക് വീണ്ടു പോകും, മുള്ളിനിടയിലേക്ക് വീണ്ടു പോകും. പക്ഷേ നല്ല നിലത്തേക്ക് വീണിരിക്കുന്നവർ കുറച്ചു പേര് മാത്രം. അതിലെത്ര പേരെന്ന് നാം സ്വയമായിട്ട് നാം ചിന്തിക്കുക. ഈ 94-ാം സഭാദിനത്തിൽ നാം എത്ര പേർ നല്ല നിലത്തിലേക്ക് വീണു? എത്ര പേർ നല്ല നിലത്തിലേക്ക് വീണ് അതായത് വചനമേ പഠിപ്പിക്കുന്നത് പോലെ 100, 60, 30 മേനിയായിട്ട് ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമായിട്ട് എത്ര പേർ നല്ല നിലത്തിലേക്ക് വീണു? എന്നെ കേൾക്കുന്ന ഓരോ സഭാവിശ്വാസികളെ, നല്ല നിലത്തേക്ക് വീണപ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് അക്കായ് ഫലങ്ങൾ, അതായത് വൃക്ഷഫലങ്ങൾ, അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നേടുവാൻ സാധിച്ചു. അതുകൊണ്ട് ഈ 94-ാം സഭാദിനത്തിൽ നല്ല നിലത്തിലേക്ക് വീണ വിത്തിനെ പോലെ നിങ്ങളാകണം. നല്ല നിലത്തിലേക്ക് വീണ വിത്തിനെ പോലെ നാം ആകണം. ഞാൻ മൂന്നാമതായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഹൃദയത്തെ അറിയുന്ന ദൈവം. ഹൃദയത്തെ അറിയുന്ന ദൈവം. പലപ്പോഴും നമുക്ക് വേദനകൾ വരുമ്പോൾ കർത്താവിനെ നാം നിലവിളിക്കും, ഒരുപാട് യാചിക്കും, ഒരുപാട് കരയും, ഒരുപാട് ദൈവത്തോട് നാം യാചിക്കും. പക്ഷേ മറുപടി കിട്ടിയില്ല, ഇന്ന് കിട്ടിയില്ല, നാളെ കിട്ടിയില്ല എങ്കിൽ പലപ്പോഴും കർത്താവിനോട് നാം തള്ളി പറയാറുണ്ട്. അപ്പാ, നീ എനിക്ക് സൗഖ്യം തന്നില്ലല്ലോ, നീ എന്നെ കരുതിയില്ലല്ലോ, നീ എന്നെ കൈവിട്ടല്ലോ എന്ന് പലപ്പോഴും കർത്താവിനെ നാം തള്ളി പറയാറുണ്ട്. പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നല്ല നിലത്തിലേക്ക് വീണ വിത്തിനെ പോലെ നാം അതായത് കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഒരുപാട് യാചിക്കേണ്ടിയായിരിക്കുവാണ്, ഒരുപാട് യാചിക്കേണ്ടിയായിരിക്കുവാണ്. ഞാൻ പറഞ്ഞതുപോലെ ദൈവസ്ഥലേക്ക് യാചിക്കുവാനായിട്ട്, ദൈവസ്ഥലേക്ക് സമർപ്പണത്തോടുകൂടി നാം മുന്നേറുവാനായിട്ട് നാം ഒരുക്കത്തോടെ ആയിരിക്കണമേ. ഉൽപ്പത്തി 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ഉറക്കമുണർന്ന് ദൈവസ്ഥലേക്ക് പറയുന്ന ഒരു വാക്കുണ്ട്, യഹോവ ഈ സ്ഥലത്തുള്ള സത്യം ഞാനോ അത് അറിഞ്ഞില്ല. ഈ 94-ാം സഭാദിനത്തിൽ യഹോവ ഈ സ്ഥലത്ത് ഉണ്ട്, യഹോവ ഈ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അതായത് വചനം നമ്മെ ഭയമില്ലാത്ത അനുഗ്രഹത്തോടുകൂടി നമ്മെ പഠിപ്പിക്കുന്നത് എത്ര മാത്രം വചനം, അതായത് ഈ വാക്കിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ഈ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കുവാനായിട്ടല്ല, ദൈവത്തിന്റെ സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ആലയത്തിലേക്ക് നാം കയറുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, അതായത് ക്രിസ്തുവിനെ ആരാധിക്കുവാൻ, ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, ക്രിസ്തുവിനെ അതായത് ദൈവത്തിലേക്ക് സമർപ്പണത്തോടുകൂടി
ഈ യാക്കോബ് ഒരുങ്ങിയിരുന്നുവെങ്കിൽ ദൈവത്തിന്റെ സ്ഥലത്തേക്ക് നാം ഒരുക്കത്തോടെ ആയിരിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഹൃദയത്തെ അറിയുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കഷ്ടതകൾ വന്നിട്ടുണ്ടാകും, വേദനകൾ വന്നിട്ടുണ്ടാകും, ബലഹീനതകൾ വന്നിട്ടുണ്ടാകും. പക്ഷേ ആ ദൈവം നമ്മെ എത്രമാത്രം മുറുകെ പിടിച്ചിട്ടുണ്ടാകുമല്ലേ? പലപ്പോഴും ഈ തെരുവീതിയിൽ കിടക്കുന്നവരെ നാം നോക്കി, എത്രയോ പേർക്ക് ആഹാരങ്ങൾ കിട്ടാതെ വിശന്ന് വലഞ്ഞ് അതായത് ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ, സ്നേഹിക്കുവാൻ മിത്രമില്ലാതെ, അതായത് താമസിക്കുവാൻ പാർപ്പിടമില്ലാതെ എത്രയോ പേർ വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ നമ്മെ എത്രമാത്രം ശക്തിയോടുകൂടി ദൈവം നമ്മെ നടത്തുന്നു. എന്നെ കേൾക്കുന്ന സഭാവ്യക്തി ജീവിതങ്ങളെ, അതുകൊണ്ട് ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉള്ളത്. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിനെ ആരാധിക്കുവാനും ഏതൊരു സമയത്ത് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് സ്തോത്രങ്ങൾ കയറ്റുവാനും നാം തയ്യാറായിട്ട് ആയിരിക്കുക. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. അതായത് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് എത്രമാത്രം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുഴങ്കാലുകൾ നടക്കുന്ന ഏവരെയും ദൈവം ശക്തിപ്പെടുത്തുന്ന പറയുന്നത്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മുഴങ്കാലുകൾ സമർപ്പിക്കുന്നവരെ ദൈവം ഉയർത്തും. അതുകൊണ്ട് ഈ 94-ാം സഭാദിനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം യാചിച്ചു നോക്കി, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം കരഞ്ഞു നോക്കി, ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. പാട്ടുകാരൻ പറയുന്ന വാക്കുകൾ, അതായത് വരികൾ ഇങ്ങനെയാണ്: ഞാനുറങ്ങുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ, ഞാനുറങ്ങുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായിരിക്കുന്നവൻ, നീതിയുമ്പോഴും നീരഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമായി അണയുന്നവൻ, നീതിയുമ്പോഴും നീരഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരുമായി അണയുന്നവൻ, ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ, ഞാനുറങ്ങുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്തു കാവലായിരിക്കുന്നവൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാകട്ടെ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, നാം ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മെ കരുതുന്ന ദൈവം ഈ 94-ാം സഭാദിനത്തിലും നിങ്ങളെ കരുതുവാനായിട്ട് ദൈവം ഒരുക്കത്തോടെ ആയിരിക്കുവാണ്. വിശ്വാസമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, ഈ വായിച്ചു കേട്ട അതായത് വേദഭാഗത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അതായത് അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് നാം ഇന്ന് വായിച്ചു കേട്ടു. അബ്രഹാമിന്റെ സന്നിധിയിലേക്ക് കർത്താവ് ഒരു വാക്കിൽ കൂടെയായിട്ട്, ഒരു വചനത്തിൽ കൂടെയായിട്ട് പറയുവാണ്: നിന്റെ മകനെ നീ യാഗം കഴിക്കണം, നിന്റെ മകനെ നീ യാഗം കഴിക്കണം. പക്ഷേ ഈ അബ്രഹാം വളരെ വേദനയോടുകൂടി നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു: അപ്പാ, നീ തന്ന ഏക മകൻ, നീ തന്ന ഏക മകൻ, അവൻ എങ്ങനെ യാഗം കഴിക്കും? പക്ഷേ ഈ അബ്രഹാം എന്താ ചെയ്തത്? ഈ അമ്മയോട് പറയുവാണ്, ഈ ഭാര്യയോട് പറയുവാണ്: ഈ ഭാര്യയെ, ഞാൻ എന്റെ മകനെ കൊണ്ട് യാഗത്തിനായി പോകുവാണ്. എന്നാൽ ഈ കുഞ്ഞു മകൻ ചോദിക്കുന്ന അവസാന ചോദ്യമുണ്ട്: അപ്പൊ ഈ യാഗത്തിനെല്ലാം എല്ലാ കാര്യങ്ങളും, പക്ഷേ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? എന്ന് കേൾക്കുന്ന ദൈവജനങ്ങളെ, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ഈ അബ്രഹാമിന്റെ ഹൃദയങ്ങൾ വേദനിക്കുമ്പോൾ കർത്താവ് ഏറ്റവും അവസാന കഥകൾ എല്ലാവർക്കും അറിയാം, എങ്കിലും ചെറിയ വാക്കോട് ഞാൻ പറയുവാണ്: ഈ അബ്രഹാമിന്റെ മുൻപിലേക്ക് കർത്താവ് പറയുവാണ്: നിന്റെ വിശ്വാസം വലിയത്. നിനക്ക് ഒരു മകനുണ്ടായിരുന്നു, പക്ഷേ അവനെ കൊല്ലുവാൻ പറഞ്ഞപ്പോൾ നീ അവനെ കൊല്ലുവാനായിട്ട് ഒരുങ്ങി. ആ ഒരു വിശ്വാസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ 94-ാം സഭാദിനത്തിൽ നിങ്ങൾ
നിങ്ങളുടെ വിശ്വാസമാണ് കർത്താവ് സ്വീകരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസമാണ് കർത്താവ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവിനെ സ്വീകരിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നാം ഒരുക്കത്തോടെ ആയിരിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികളെ, ഉൽപ്പത്തി 22-ാം അധ്യായം അതിന്റെ 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അബ്രഹാമിന്റെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുവാണ്. ദൈവത്തെ അറിയുന്ന ഒരു ദൈവജനത്തെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന ഓരോ സഭാവിശ്വാസികളെ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ നാം ഒരുക്കത്തോടെ ആയിരിക്കുന്നത്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നത്, ഈ 94-ാം സഭാദിനത്തിൽ നാം വന്നത് അതായത് ഇങ്ങനെയായിരുന്നില്ല. ഈ പുതിയ ജീവിതം, പുതിയ രൂപാന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് വേണം. 2026-ന്റെ 2ാമത്തെ ദിവസമാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. 2026-ന്റെ 2ാമത്തെ ദിവസമാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് റോമർ 13-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ വായിച്ചു കേട്ടതുപോലെ, അതുകൊണ്ട് ഇരുട്ടിന്റെ അവസ്ഥകളെല്ലാം കളഞ്ഞ് ഈ 2026-ൽ വെളിച്ചത്തിന്റെ അനുഗ്രഹം നമുക്കൊന്ന് കൈകോർത്ത് മേടിക്കാമോ? എന്നെ കേൾക്കുന്ന സഭാവ്യക്തി ജീവിതങ്ങളെ, ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് എത്ര സ്വീകരിച്ചാലും മതി വരുന്നില്ല. കർത്താവിനോട് ഇങ്ങനെ കരയും, നിരന്തരമായിട്ട് യാചിക്കും. പക്ഷേ ദൈവം തരുന്ന സമയത്ത് ആ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ പലപേരും മറന്നു പോകുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പോരായ്മ. എന്നെ കേൾക്കുന്ന സഭാവ്യക്തി ജീവിതങ്ങളെ, ഈ 94-ാം സഭാദിനത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ദൈവത്തെ സ്വീകരിക്കണമെങ്കിലും, ദൈവത്തെ ആരാധിക്കണമെങ്കിലും, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ, ദൈവം തരുന്ന നന്മകള് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രങ്ങൾ കരയറ്റണം. പ്രിയബഹുമാനമുള്ള അച്ഛന്റെ ആദ്യത്തെ പ്രാർത്ഥനയിൽ എനിക്ക് ഒരുപാട് ചിന്തകൾ എനിക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയുണ്ടായി. എന്നാൽ ഈ സഭയെ കരുതുന്ന ഒരുപാട് ദൈവജനങ്ങൾ, ഈ സഭയെ കരുതുന്ന ഒരുപാട് വിശ്വാസികൾ, ഈ കൺവെൻഷനെ കരുതുന്ന, ദൈവചിന്തയിൽ കരുതുന്ന, ദൈവസഭയിലേക്ക് കൊടുക്കുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്ന എത്രയോ ദൈവജനങ്ങൾ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് അമർത്തിക്കുലിക്ക് കവിയുന്നോട് അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് തരും. ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നേടണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക. ഈ സഖായി അതായത് കർത്താവിനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അവൻ കുറുകിയവനായിരുന്നാൽ ദൈവത്തെ കാണുവാനായിട്ടുള്ള പ്രയാസമുണ്ടായിരുന്നു. എന്താ ചെയ്തത്? ആ സഖായി ആ കാട്ടിന്റെ മരത്തിലേക്ക് കയറിയിരുന്നു. പക്ഷേ അവിടെ അത്ഭുതം നോക്കിക്കേ, ഈ മനുഷ്യൻ ചിന്തിക്കുന്നതിനുമായി കർത്താവ് നേരത്തെ അറിഞ്ഞതല്ല. ഈ സഖായി ചിന്തിക്കുന്നതിനുമായി കർത്താവ് നേരത്തെ അറിയുണ്ടായി. ഈ കർത്താവ് തന്റെ ശിഷ്യന്മാരും കൂട്ടുകാരുമായിട്ട് പോകുന്ന സമയത്ത് മരത്തിന്റെ മുകളിലേക്ക് ഒരു മനുഷ്യൻ ഇരിക്കുക. അവിടെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്, സഖായേ നീ വേഗം വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് പാർക്കുവാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികളെ, ഈ 94-ാം സഭാദിനത്തിൽ നിങ്ങളെ കർത്താവ് വിളിക്കുന്നുണ്ട്, ഈ മനുഷ്യ നീ എന്റെ അടുത്തേക്ക് വാ, ഈ മനുഷ്യ നീ എന്റെ അടുത്തേക്ക് വാ, എന്തെന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ സഖായി എന്താ ചെയ്തത്? ഈ സഖായി പറയുന്നത് പോലെ നമുക്കൊന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുമോ? ഈ സഖായി പറയുന്നത്, കർത്താവേ ഞാൻ അധികമായിട്ട് സത്യമായിട്ട് ഒരുപാട് ദൈവജനങ്ങളിൽ നിന്ന്, ഒരുപാട് വ്യക്തികളിൽ നിന്ന് ഞാൻ ഒരുപാട് തുകകൾ വാങ്ങിച്ചു. അധികമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ പാപങ്ങൾക്കായിട്ട് മടങ്ങി കൊടുക്കാം. എന്റെ വസ്തുക്കളെല്ലാം ഞാൻ ദരിദ്രർക്ക് കൊടുക്കാം. ദൈവം പറയുന്നത് എങ്ങനെയാണ്? ഈ മനുഷ്യ നീ എന്റെ അടുത്തേക്ക് വാ, നീ എന്റെ അടുത്തേക്ക് വാ. ആ മനുഷ്യൻ കർത്താവിനെ ഒന്ന് നോക്കുവാൻ പോയില്ല. ആ മനുഷ്യന്റെ, ആ സഖായിയുടെ ഭവനത്തിൽ പാർക്കുവാൻ പോയ കർത്താവ് നമ്മുടെ ക്രിസ്തു. എന്നെ കേൾക്കുന്ന സഭാവിശ്വാസികളെ, എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, കർത്താവിനെ നമുക്കൊന്ന് സ്വീകരിക്കാമോ? കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാമോ? എന്നെ കേൾക്കുന്ന വിശ്വാസ ജീവിതങ്ങളെ, ഒരു വാക്കുകൂടെ ഞാൻ നിങ്ങളുടെ സന്നിധിയിലേക്ക് പറഞ്ഞുകൊണ്ട് വലിയ വാക്കിന് വിരമിക്കാം എന്ന് ആഗ്രഹിക്കുവാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം
അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഒന്നുകൂടെ ആവർത്തിക്കാം, ശ്രദ്ധിച്ചോണം. രക്ഷിപ്പാൻ കഴിയാതെ വന്ന യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വന്ന അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. എന്ന് കേൾക്കുന്ന സഭാവിശ്വാസികളെ, ഈ 94-ാം സഭാദിനത്തിൽ നാം വെറുതെ പോകുന്നവരായിട്ട് ആരും മാറിപ്പോകരുത്. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വേണം. പാട്ടുകാരൻ ഇങ്ങനെ ഒരു മനോഹരമായിരിക്കുന്ന ഒരു പാട്ട്, അതായത് പാട്ടിൽ കൂടെ നമ്മെ പഠിപ്പിക്കുവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ദൈവത്തിന്റെ രക്ഷണമാകുന്നവരാകട്ടെ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മെ കൈപിടിച്ചു ഉയർത്തുമ്പോൾ, ദൈവത്തെ ശക്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രങ്ങൾ കരയറ്റുക. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ, ഞാൻ 3 ചിന്തകളാണ് നിങ്ങൾക്കായി പങ്കുവെച്ചത്. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ നാം ധരിച്ചുകൊള്ളുക. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ഹൃദയത്തെ അറിയുന്ന ദൈവം. ഹൃദയത്തെ അറിയുന്ന ദൈവം നമുക്ക് പല അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ പലപ്പോഴും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നാം ഇങ്ങനെ മടിച്ചു നടക്കുവാണ്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ, ദൈവത്തിലേക്ക് സ്തോത്രങ്ങൾ കരയറ്റുവാൻ ആരും മനസ്സുകൾ കാണിക്കാതെ ഇങ്ങനെ മടിച്ചു നടക്കുവാണ്. ഒരു കഥ എനിക്ക് ഓർമ്മ, അതായത് ഒരു മാസികയിൽ വായിച്ചു കേട്ട ഒരു കഥയിലെ തമാശ രൂപത്തിലുള്ള ഒരു കഥയാണ്. എങ്കിലും ഒരുപാട് ചിന്തകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഹൃദയത്തെ അറിയുന്ന ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ഒരു കഥയാണ്. ഒരു പോപ്പിന് ഹൃദയാഘാതം സംഭവിച്ചു. ഈ പോപ്പിന്റെ ഈ ഹൃദയാഘാതം ആ ഏരിയയില്, ആ സമൂഹത്തില് ഒരുപാട് വേദനകൾ സംഭവിച്ചു. എന്നാൽ ഈ പോപ്പിന് ഹൃദയാഘാതം സംഭവിക്കുവാണ്, ഈ പോപ്പ് മരിക്കുവാനായിട്ട് കിടക്കുവാണ്. അങ്ങനെയൊക്കെ പ്രയാസമധ്യായിരിക്കുന്ന സമയത്ത് കത്തിനാട് ഈ പോപ്പിനെ സുഖമില്ലാതെ ആയിരിക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് കത്തിനാട് വിചാരിച്ചു, എന്തായിരുന്നാലും ഈ പോപ്പിനെ ഈ സൗഖ്യം നേടുവാനായിട്ട് ഒരു മാർഗം കണ്ടെത്തി മതിയാവൂ. ഈ കത്തിനാട് ഒരു കാര്യം ചെയ്തു. ആ നാട്ടിലുള്ള എല്ലാ ദൈവജനങ്ങളെയും ഒത്തൊരുമയായിട്ട് വിളിച്ചു കൂട്ടിയിട്ട് ഈ കത്തിനാട് പറഞ്ഞു, എന്റെ സുഹൃത്തും നിങ്ങളുടെ സുഹൃത്തുമായിരിക്കുന്ന പോപ്പ് ഹൃദയാഘാതമായിട്ട് മരിക്കുവാനായിട്ട് കിടക്കുവാണ്. നിങ്ങളൊരു എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തേ മതിയാവൂ. ഈ കത്തിനാട് പറയുന്ന വാക്കുകളെല്ലാം എല്ലാവരും കേൾക്കുന്നു, പക്ഷേ മറുപടി അവിടെ കൊടുക്കുന്നില്ല. ഈ കത്തിനാട് വിചാരിച്ചു, ഇങ്ങനെ ആയാൽ പറ്റത്തില്ല. പോപ്പിന് ഒരുപാട് ആ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്. ഈ കത്തിനാട് ഒരു ചിന്ത മനസ്സിലുണ്ടായി, ഒരു കാര്യം ചെയ്യാം,
എല്ലാ ദൈവജനങ്ങളെയും അടുത്തേക്ക് വിളിച്ചിട്ട് ഈ കത്തനാറ് ഒരു പൊക്കമുള്ള സ്ഥലത്ത് നിന്നിട്ട് ഒരു തൂവൽ കൈവെടുത്തിട്ട് ഈ തൂവൽ താഴേക്ക് എറിയാനായിട്ട് ആഗ്രഹിക്കുവാണ്. ഈ ജനങ്ങളോട് പറഞ്ഞു, ഈ തൂവൽ ആരുടെ ശരീരത്തിലേക്ക് വീഴുന്നുണ്ടോ അവരുടെ ഹൃദയം ഈ പോപ്പിനെ കൊടുക്കണം. അവരുടെ ഹൃദയം എന്ത് ചെയ്യണം? ഈ പോപ്പിനെ കൊടുക്കണം. എല്ലാവരും ഇങ്ങനെ പ്രയാസപ്പെട്ടു. കാരണം എന്താണ്? ആരുടെ ശരീരത്തിലാണ് ഈ തൂവൽ വീഴുന്നത് എന്ന് അറിയാൻ സാധിക്കത്തില്ല. ഈ പ്രയാസത്തോടുകൂടി എല്ലാ ദൈവജനങ്ങളും ഇങ്ങനെ പ്രയാസത്തോടെ ആയിരിക്കുവാണ്. ശരീരത്തിലേക്ക് തൂവൽ വീണ് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയം ആർക്ക് കൊടുക്കണം? ഈ പോപ്പിന് കൊടുത്തേ മതിയാവൂ. അവിടെയുള്ള ആജ്ഞയാണ്. അതുകൊണ്ട് കത്തിനാറ് ഈ കാര്യമെല്ലാം പങ്കുവെച്ചിട്ട് ഒരു കാര്യം ചെയ്തു. ഇങ്ങനെ കറങ്ങി തൂവൽ താഴേക്ക് ഇട്ടു. ഇട്ട സമയത്ത് എല്ലാവരും ഇങ്ങനെ പ്രയാസത്തോടുകൂടി ഇങ്ങനെ നോക്കുവാണ്. തൂവൽ പറന്ന് വരുന്നുണ്ട്. താഴെ നിന്ന് മേലോട്ട് ഈ കത്തിനാറിന്റെ മുഖത്തേക്കും ശരീരത്തിലേക്ക് ഇങ്ങനെ കാറ്റടിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും ഇങ്ങനെ ഊതുവാണ് മേലോട്ട്. കാരണം എന്താണ്? ഈ തൂവൽ ആരുടെ ശരീരത്തിലേക്ക് വീഴുവാനായിട്ട് ഒരുങ്ങുന്നില്ല. എന്തെന്നാൽ എല്ലാവരും ഇങ്ങനെ ഊതുവാണ്. ഈ തൂവൽ ശരീരത്തിലേക്ക് വീണ എന്ത് ചെയ്യണം? ആ ശരീരത്തിലുള്ള ഹൃദയം ഈ പോപ്പിന് കൊടുത്തേ മതിയാവൂ. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, കർത്താവ് നമ്മെ സ്വീകരിക്കുന്ന ഓരോ നിമിഷത്തിൽ കർത്താവിനെ സ്വീകരിക്കാതെ ഇങ്ങനെ ഊതി ഇങ്ങനെ പോകുവാണ്. ദൈവത്തെ സ്വീകരിക്കാതെ, ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കാതെ, ദൈവത്തെ നെഞ്ചോട് ചേർക്കുവാൻ ഒരുക്കമില്ലാതെ എല്ലാവരും ഇങ്ങനെ നെഞ്ചോട്ട് ഓടുവാണ്. എന്നെ കേൾക്കുന്ന ദൈവജനങ്ങളെ, 94-ാം സഭാദിനം നമുക്കൊരു അഭിഷേകത്തിന്റെ ദിനമാകുവാനായിട്ട് നമ്മൾ ഒരുങ്ങാമോ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് യാചിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാമോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ചിന്തകൾ, അനുഗ്രഹീതമായിരിക്കുന്ന ഉണർവുകൾ നമുക്കൊന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തോത്രങ്ങൾ കരയറ്റാമോ? രോഗമുള്ളവരും പ്രയാസങ്ങളുള്ളവരും ദൈവത്തോട് കരയുവാനായിട്ട് അല്പസമയം നമുക്ക് ഒരുങ്ങാം. ദൈവസന്നിധിയിലേക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. ദൈവത്തോട് നമുക്ക് യാചിക്കുവാനായിട്ട് തുടങ്ങാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വളരെ വിനയമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം ആയിരിക്കുമ്പോൾ ആരും വെറുക്കയായി ഈ ആലയത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാനായിട്ട് ഇടയാകരുത്. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശബ്ദം ഉയർത്തി ദൈവത്തോട് സ്തുതികൾ അർപ്പിക്കാം. അപ്പാ, എന്റെ ജീവിതത്തെ തുടരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ളത്. ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ളത്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടരുത്. ശരീരത്തിലുള്ള വേദനകൾ എല്ലാ ദൈവത്തോടെ പറയാം. അപ്പാ, എനിക്കെന്റെ സൗഖ്യം തന്നേ മതിയാവപ്പാ, എനിക്കെന്റെ സൗഖ്യം തന്നേ മതിയാവപ്പാ, എന്റെ ജീവിതത്തെ തൊട്ടേ മതിയാവപ്പാ. ദൈവത്തോട് നമുക്കറിയാമോ? രോഗത്താല് പ്രയാസത്താല് ഈ ആലയത്തിലേക്കായിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ശരീരത്തിൽ രോഗാവസ്ഥകളാല്, കാലുമുട്ട് വേദനയും പ്രയാസമായിട്ട്, ശരീരത്തിൽ അലട്ടുന്ന ഓരോ പ്രയാസമായിട്ട്, ശരീരത്തെ തളർത്തുന്ന അവസ്ഥയായിട്ട് ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആരും മൗനമായിരിക്കരുത്. അടുത്തായിരിക്കുന്നത് നാം നോക്കരുത്. നമ്മുടെ ആവശ്യം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നാട്ടം വെച്ച ആ ലാസന്റെ ശരീരത്തെ ദൈവം ഉയർത്തി ദൈവശക്തീകരിച്ചു. ദൈവം നമ്മെ ശക്തീകരിക്കുവാനായിട്ട് എത്തിച്ചേർന്നിരിക്കുക. ആ മുഖത്തേക്ക് നമുക്ക് നോക്കാമോ? ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാമോ? എത്രയോ ദൈവജനങ്ങൾ ഈ സഭാദിനം കാണുവാൻ സാധിക്കാതെ, എത്രയോ സഭാജനങ്ങൾ ഈ സഭാദിനത്തിൽ കർത്താവ് എത്തിച്ചേരുവാൻ സാധിക്കാതെ, എത്രയോ പേരായിരിക്കുമ്പോൾ നമ്മെ ഈ ആലയത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്നുവെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടാകും, ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടാകും. ആയതിനാൽ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കരുത്. ഓ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ അനുഗ്രഹം ഈ ആലയത്തിലേക്ക് നിറയുമ്പോൾ
കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാമോ? ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് നിർത്തിയിരിക്കുമ്പോൾ അപ്പനോട് പറയാം, അപ്പാ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടില്ല അപ്പാ, ഞാൻ നിന്നെ വിടില്ല അപ്പാ. എന്റെ ശരീരം ആകെ തളർന്നിരിക്കുന്ന പിതാവേ, ബന്ധുക്കളെല്ലാം എന്നെ കൈവിട്ടപ്പാ, എന്റെ സമൂഹം എന്നെ കൈവിട്ടപ്പാ, എന്റെ സുഹൃത്തുക്കൾ എന്നെ കൈവിട്ടപ്പാ. കർത്താവിനോട് നമുക്കറിയാമോ, പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ വളരെ വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് പറയാം, അപ്പാ ഈ 94-ാം സമാധാനത്തിൽ ദൈവം എനിക്കൊരു അത്ഭുതം തരയണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കാം. പലപേരും ജോലിക്കായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, പലപേരും കടബാധ്യതകൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ 94-ാം സമാധാനം അതിനുള്ള ഏകമാകുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരും മൗനമായിരിക്കരുതേ, ആരും മൗനമായിരിക്കരുതേ, ആരും മൗനമായിരിക്കരുതേ. ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം, ഇത് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് നമുക്ക് യാചിക്കാം, ദൈവത്തോട് നമുക്ക് കരയാം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തുതികൾ അർപ്പിക്കാമോ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സ്തുതികൾ അർപ്പിക്കാമോ? നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതില്ല നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും, എണ്ണമില്ലാതില്ല നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ. നെഞ്ചോട് കൈവച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ. എണ്ണമില്ലാതില്ല നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും, എണ്ണമില്ലാതില്ല നന്മകൾക്കും അത്ഭുതമായ സ്നേഹത്തിനും നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി ദൈവമേ, നന്ദി യേശുപരാ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാന പരിശുദ്ധന് നിത്യയുടെ നീതിമാനമായ ദൈവമേ, ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്താവേ 2026 ഞങ്ങൾക്കിടയാലയത്തിലേക്കായതുകൊണ്ട് 94-ാം സമാധാനം ആഘോഷിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കിയല്ലോ സ്തോത്രം. കർത്താവേ, നാം ഇന്ന് ചിന്തിച്ചതുപോലെ കർത്താവേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ കൊടുക്കട്ടെ. അപ്പാ, തിരുകരങ്ങളിലേക്ക് എല്ലാ യാചനകളെയും സമർപ്പിക്കുന്നു. കർത്താവേ, കേട്ട വചനം ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാകുവാൻ ദൈവം സഹായിക്കട്ടെ. പിതാവേ, ആരംഭം മുതൽ ഇതുവരെ ദൈവം എല്ലാവരും പരിപാലിച്ചുവല്ലോ. കർത്താവേ, വ്യക്തിമിത്രാദികളായിട്ടും സ്നേഹിതന്മാരായും സുഹൃത്തുക്കളായും ഈ ആലയത്തിലായിരിക്കുന്ന
എല്ലാ ദൈവജനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊള്ളട്ടെ. കർത്താവേ, മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്ന ചർച്ച പോയ രംഗങ്ങൾ കീബോർഡ് വായിക്കുന്ന പിതാവ്, കർത്താവേ ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഈ സഭയുടെ കമ്പ്യാർ, മറ്റെല്ലാ ദൈവജനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊള്ളട്ടെ. കർത്താവിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെ കാത്തു പരിപാലിക്കട്ടെ. യാചനകൾക്ക് മറുപടി തരുമെന്നുള്ള വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന തിരുക്കരങ്ങളിലേക്ക് എല്ലാ യാചനകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. വീഴാനുള്ള ഞങ്ങളെല്ലാവരെയും പരിപാലിക്കട്ടെ. കർത്താവേ, നാളത്തെ ദിവസവും കർത്താവേ, ഈ ആലയത്തിലേക്ക് കൺവെൻഷൻ നടത്തുമ്പോൾ ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷകൾ കൈവരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും ഇരിക്കട്ടെ. അപ്പ ഞങ്ങൾ കർത്താവേ ഭവനത്തിലേക്ക് പോകുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുമ്പോൾ എല്ലാവരുടെ യാത്രയിലും എല്ലാ കാര്യത്തിലും തന്റെ എല്ലാ ജോലിയിലും പ്രവർത്തനത്തിൽ ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കൃപയാൽ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. പ്രാർത്ഥന കേട്ടുവല്ല സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥന കേൾക്കണം. പിതാവ് നല്ല ദൈവമേ, ആമേൻ. വീണ്ടും നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ നല്ല ദൈവമേ, പ്രിയ കർത്താവേ, അനുഗ്രഹമേറിയ ഈ നല്ല രാത്രിയിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് ബലപ്പെടുവാൻ ബലവും ദൈവികമായ അനുഗ്രഹവും നൽകി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം നിറപടിയായി നിവർത്തിച്ചു തരും എന്ന് അരുളി ചെയ്ത ദൈവമേ, ഞങ്ങൾ കണ്ണുനീരോടെ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബലഹീനമായ അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ അനുഭവത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഞങ്ങളെ ചേർത്തല്ലോ. ദൈവമേ, ഈ ദിവസം മുതൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ കൺവെൻഷന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഇതിന് നിദാനമായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് ദൈവം അവരെ ബലപ്പെടുത്തി അവർക്ക് നന്മകളും അനുഗ്രഹങ്ങളും നൽകി ദൈവം അവരെ കാക്കണമേ. കർത്താവേ, ശ്രീ സുരേന്ദ്രൻ, കർത്താവ് രാജൻ, അഭിലാഷ്, ശരണ്യ, ആയുഷ് എന്നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം, അവിടുത്തെ കൃപ എല്ലാം തൻ്റെ മക്കൾക്ക് ഇത് നടത്തപ്പെടുവാനായിട്ട് ഒരവസരം ഉണ്ടാക്കിയല്ലോ. എത്രയോ പേര് ആശുപത്രികളിൽ മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ അവശരായി കഴിയുമ്പോൾ നിന്റെ മക്കളെ സ്നേഹിക്കുകയും കരുതുകയും ബലപ്പെടുത്തുകയും ചെയ്ത് ഇത്രത്തോളം ദൈവം ബലപ്പെടുത്തിയ നല്ല കൃപയ്ക്കായി ഇതൊരു അനുഗ്രഹത്തിന്റെ ദിവസമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. അവിടുത്തെ നന്മകളാൽ നിറയ്ക്കണമേ. അൾത്താരയിൽ സമർപ്പിച്ചിരിക്കുന്ന കർത്താവേ, ഈ പൂക്കളെ അതിന്റെ ഭംഗിയും അതിന്റെ സുഗന്ധവും ഞങ്ങൾക്ക് ശരിയായി രുചിച്ചറിയുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങ് സഹായിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭാ വിശ്വാസികളെ ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബനാഥന്മാരെ ദൈവം ബലപ്പെടുത്തണമേ. അവർക്ക് നല്ല ജോലിയും കർത്താവെ നല്ല ജീവിതാനുഭവങ്ങൾ നൽകി ദൈവം കാക്കണം. അവർക്ക് സന്തോഷത്തോടെ ആരാധനയിൽ പങ്കെടുത്ത് ദൈവികമായ നന്മകൾ അനുഭവിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. കർത്താവെ, മാതാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ നാളുകളിൽ അവന് പ്രത്യാശയുള്ളവരായി ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിച്ചു അവിടുത്തെ നന്മയും പ്രസാദവും നൽകി ദൈവം അവരെ ബലപ്പെടുവാൻ ഇടവരുത്തണമേ. അതുപോലെ കർത്താവെ, അവർക്ക് ശരീരസുഖം കൊടുക്കണമേ. നന്മയുടെ അനുഭവങ്ങൾ ധാരാളമായിട്ട് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, യൗവനക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അവരനുഗ്രഹിക്കപ്പെട്ട മക്കളായി ശോഭിക്കപ്പെടുവാൻ സമാധാനവും സന്തോഷവും നൽകി ദൈവം ബലപ്പെടുവാൻ ദൈവം സഹായിക്കണം. കർത്താവെ, ഞങ്ങളെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേക കുഞ്ഞുങ്ങൾ തകർന്നും നുറുങ്ങിയും ആയിരിക്കുമ്പോൾ ദൈവമേ, അനേക ആരാധനയിൽ പങ്കെടുക്കാതെ നിൽക്കുമ്പോൾ ദൈവമേ, ആ വ്യക്തികളെല്ലാവരെയും ദേവാലയത്തിൽ നീ കൂട്ടിച്ചേർക്കണമേ. പരിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ പകരണമേ. ദൈവം അവരോട് സംസാരിക്കണമേ. ഈ രാത്രിയിൽ ഇടപെട്ട് വരുന്ന ദിവസങ്ങളിൽ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാനുള്ള കൃപയും ബലവും അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നൽകിയിരിക്കുന്ന കാണിക്കകള്, വർഷാന്ത്യ സമർപ്പണ സ്തോത്ര കാണിക്കകളും
അല്ലാതെ നൽകിയ സ്തോത്ര വഴിപാടുകളെയും ഓർത്ത ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തങ്കരാജൻ അവൻ നരിക്കൽ എന്ന ആ കുടുംബത്തിലെ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ വ്യക്തി എന്തിനു വേണ്ടിയാണോ ദൈവസ്ഥാനത്തിലേക്ക് കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് അതിന്റെ നന്മയും പ്രസാദവും തന്റെ മക്കളുമേൽ പകരപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ. ആവശ്യമായ ശക്തിയും ബലവും ദൈവികമായ സാന്നിധ്യം നൽകി ദൈവം ഞങ്ങളെ വഴി നടത്തണം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും കർത്താവെ, രക്ഷകനുമാകുന്ന കർത്താവെ, ഇത് ഞങ്ങൾക്ക് ആവശ്യമായ തിരുവചനം നൽകിയ പ്രിയ പുരോഹിതന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം കുടുംബമായി അവരെ ദൈവം ബലപ്പെടുത്തി അനുഗ്രഹിച്ച് ചെയ്യുന്ന ശുശ്രൂഷ മേഖലകളെ ബലപ്പെടുത്തി കർത്താവിന്റെ മഹത്വവും സ്നേഹവും കരുതലും ഒക്കെ അനുഭവിക്കാൻ ദൈവം സഹായിക്കണമേ. നാളെ നടക്കുന്ന കൺവെൻഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹമായി നന്മയായിട്ട് തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കടന്നു വന്ന് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണമേ. എല്ലാ വിധത്തിലും ദൈവത്തിന്റെ നന്മയും അനുഗ്രഹവും നൽകി ദൈവം കാക്കണം. സകലതും ഞങ്ങൾ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. രക്ഷകനാകുന്ന യേശു മുഖാന്തരം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Shall we